ബോസ്, ഈ ഗൊറില്ല ഇവിടെ എന്താ ചെയ്യുന്നത്? ഇതിന് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഇത് സംസാരിക്കുന്ന ഗൊറില്ലയാണ്. ഇതിന്റെ പേര് ടിറ്റോ. ഇത് നമ്മളെ കോടീശ്വരനാക്കാൻ പോവാണ്. ഒരു പക്ഷേ ആ ഗട്ടുപട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ഇത് അവരെ ഇടിച്ച് ചമ്മന്തിയാക്കും. ആരെങ്കിലും എനിക്ക് വേണ്ടി ബ്ലാക്ക് കോഫി കൊണ്ടുവരൂ. വിത്ത് ഷുഗർ പ്ലീസ്. എക്സ്ക്യൂസ് മീ ഷെഫിങ്, എനിക്കിപ്പോ ജലദോഷമാണ്. അതുകൊണ്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഇത് നോക്ക് ടിറ്റോ, നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. ടിങ് ടോങ്, എന്റെ എക്സസൈസ് എക്യുപ്മെന്റിൽ തുരുമ്പ് പിടിക്കുന്നു. ഞാൻ അതിൽ എണ്ണ തേക്കാൻ പറഞ്ഞില്ലേ, നീ അത് ചെയ്തായിരുന്നോ? എണ്ണ തേച്ചിട്ടുണ്ട് സബ്ജി. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട സബ്ജി. ഞാൻ എപ്പോഴും എന്റെ ജോലി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും സബ്ജി. ടിങ് ടോങ്, ഇതിന്റെ മുകളിലും നീ എണ്ണ തേച്ചായിരുന്നോ? അതെ സബ്ജി, ഞാൻ മേലെയും താഴെയും എല്ലാവിടെയും ഓയിൽ തേച്ചു. എന്റെ ജോലി എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും സബ്ജി. ഔച്ച്! ഓ സോറി കേട്ടോ, എന്റെ തെറ്റാണ്. ഞാൻ പറയണമായിരുന്നു അതിൽ തേൽക്കണ്ടെന്ന്. ഞാൻ തെറ്റിദ്ധരിക്കണ്ട സബ്ജി, എല്ലാവിടെയും തേച്ചു. എല്ലാവിടെയും ഞാൻ തേച്ചു. നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന എല്ലാവിടെയും ഞാൻ തേച്ചിട്ടുണ്ട്. ഓ, ഞാൻ എന്തിനാണ് നിന്നോട് എണ്ണ തേക്കാൻ പറഞ്ഞത്? ഞാൻ എന്തിനാണ് പറഞ്ഞത്? സോറി. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോത്സ്യനായ ഗൊറില്ലയെയാണ്. ജനങ്ങളോട് ഇത് എന്താ പറയുന്നതെന്ന് വരൂ പ്രേക്ഷകരെ, നമുക്ക് നേരിൽ പോയി കാണാം ഒരു ലൈവ് ടെലികാസ്റ്റിൽ. ജനങ്ങളെ, നിങ്ങൾ ഈ കിണറ്റിൽ എത്ര പണം നിക്ഷേപിച്ചാലും അതിന്റെ ഇരട്ടി പണം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും. ബാബാജി, എന്റെ കയ്യിൽ 1000 രൂപയുണ്ട്. നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനിത് ഇട്ടോളാം. പറയൂ ഗൊറില്ല ബാബാജി. ബാബാജി, ആദ്യം ഞാൻ ഇട്ടോളാം. കാരണം എന്റെ കയ്യിൽ 10,000 രൂപയുണ്ട്. ഗൊറില്ല ബാബ, ഞാൻ രാവിലെ ഒരു 5,000 രൂപ ഇട്ടായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ട് എനിക്ക് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ഒരു ബക്കറ്റ് വെള്ളം കോരി നോക്കൂ. പണമുണ്ടല്ലോ. ഗൊറില്ല ബാബ വിജയിക്കട്ടെ. ഞാനിട്ട പണത്തിന്റെ മേലെ എനിക്ക് ലഭിച്ചു. അതാ കണ്ടില്ലേ, ഗൊറില്ല ബാബ വിജയിക്കട്ടെ. ഞാൻ ആദ്യം പട്ടു, എനിക്ക് തോന്നുന്നത് ഇയാൾ എന്തോ തട്ടിപ്പുകാരനാണെന്നാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇയാളെ പിടിക്കേണ്ടതുണ്ട്. ബാബാജി, ഞാനിപ്പോ ഒരിക്കലും സ്വർണ്ണം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കിണറ്റിലിട്ടോട്ടെ. ഞാൻ എന്റെ ആഭരണങ്ങളൊക്കെ എടുത്തു വന്നിട്ടുണ്ട്. ഇത് ഇട്ടോട്ടെ. ബാബ, ഞാൻ 10 കിലോ വെള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. ഇട്ടേക്കട്ടെ. ആദ്യം ഞാനാ വന്ന്, അതുകൊണ്ട് ഞാനിടും. ബാബാജി, എന്റെ പേര് മോഹൻ എന്നാ. എല്ലാവരും മാറി നിൽക്കൂ. ഞാനാണ് ഇൻസ്പെക്ടർ മൻമാണി. എന്റെ പേര് കേട്ടാൽ എല്ലാവരും വിറയ്ക്കും. എല്ലാവരും മാറി നിൽക്ക്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? തുറന്നെന്നോട് പറയൂ. എനിക്ക് തോന്നുന്നത് മൻമാനി സാർ തീർച്ചയായിട്ടും ഇവനെ പിടിച്ച് അകത്തിടുമെന്നാണ്. ഗൊറില്ല ബാബ, എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു 50,000 രൂപയുണ്ട്. എന്റെ അടുത്ത് ആകെയുള്ള സ്വത്ത് ഇത് മാത്രമാണ്. ഞാനിത് കിണറ്റിലേക്ക് ഇടട്ടെ? പറയൂ പ്ലീസ് ബാബ. ഓ, എന്റെ മൻമാനി സാറേ, സാറും ഇയാളെയൊക്കെ വിശ്വസിക്കുകയാണോ? ഇവനെ കണ്ടാ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അറിയില്ലേ? ഒറിജിനൽ ഗൊറില്ല ഇങ്ങനെ സംസാരിക്കില്ല. ഹലോ, അവരാണ് ഗട്ടുവും ബട്ടുവും. കാര്യങ്ങളൊക്കെ നീ നോക്കിക്കോ. ഫോൺ കട്ട് ചെയ്യട്ടെ.
കേൾക്കൂ, ഞാൻ ഒരു പ്രാവശ്യമേ പറയൂ, നിങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോളൂ. ഓ എന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഗൊറില്ലേ, ഞങ്ങള് തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല, തെറ്റായ ആൾക്കാരുടെ കൂടെ കൂടാറില്ല. ഉം. അതുകൊണ്ട് ഇയാളുടെ മാസ്ക് അങ്ങ് മാറ്റിയിട്ട് മുഖം കാണിക്കാൻ നോക്ക്. ധൃതി പിടിക്കില്ലേ കട്ടു, ഒന്ന് സമാധാനിക്കേ. ബട്ടുയുടെ 6th സെൻസിൽ എന്തോ പറയുന്നു. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. ഈ ഗൊറിയില എന്തൊക്കെ പറ്റിപ്പീരാണ് നടക്കുന്നതെന്ന് ഞാൻ എല്ലാവരും കാണിച്ചു കൊടുക്കും. ഈ ഗൊറിയിലയുടെ സത്യങ്ങളെല്ലാം ഞാൻ പുറത്ത് കൊണ്ടുവരും. പബ്ലിക് അതെല്ലാം കണ്ടു നിൽക്കും. ഡ്രംസ് അടിക്കൂ. ഞങ്ങൾ ഗോറില്ലകൾ യുദ്ധത്തിന് മുൻപ് ഡാൻസ് ചെയ്യും. ആദ്യം ഞാൻ ഡാൻസ് ചെയ്യും, പിന്നെ ശത്രുക്കളെ പന്ത് പോലെ അടിക്കും. അവരുടെ കഥ ഞാൻ കഴിക്കും. ബട്ടു, നിന്റെ 6th സെൻസ് എന്താ പറയുന്നത്? ബട്ടുയുടെ 6th സെൻസ് ചീത്ത പറയുന്നു. കട്ടു ഇതൊക്കെ പോയി വിശ്വസിക്കുന്നല്ലോ എന്ന്. ഇത് തീർച്ചയായിട്ടും ഗോറില ആയിരിക്കാൻ ചാൻസ് ഇല്ല. ഗോറില എന്നാണ് സംസാരിച്ചിരിക്കുന്നത്. ഇവനൊന്നിനും കൊള്ളാത്തൊരു പീസാണ്. അതാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എനിക്ക് ഡാൻസ് ഒക്കെ കളിക്കാൻ അറിയാലോ. നീ ഡാൻസ് കളിക്കേ, ഞാനും ഡാൻസ് കളിക്കാം. വാ വാ, എനിക്ക് ഒറ്റയ്ക്ക് ഡാൻസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. വാ, വന്ന് ഡാൻസ് മതി, നിർത്തൂ. നിങ്ങൾ ഇവിടെ എന്താ കല്യാണത്തിന് വന്നതാണോ? എല്ലാവരും ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നു. നീ അവനെ നോക്കിക്കോ. ബട്ടൂന് ഇപ്പൊ താഴെ വരാൻ പറ്റില്ല. ഞാൻ പോയി. നോക്കൂ, ഞാൻ സമാധാനമാണ് കാക്ഷിക്കുന്നത്. പക്ഷെ ഈ കട്ടുപട്ടു എന്നെ ശല്യം ചെയ്യുന്നു. ഇവരെ പിടിച്ച് ആര് കിണറ്റിലിടുന്നു അവർക്ക് 4 മടങ്ങ് അധികം കിട്ടും. 4 മടങ്ങ് അധികം കിട്ടുമോ? അപ്പൊ ഞാനാണ് അയാളെ വലിച്ചറിയാ. അവിടെ നിൽക്ക്. യു ആർ അണ്ടർ അറസ്റ്റ്. ഹാൻഡ്സ് അപ്പ്. ഓടാൻ ശ്രമിച്ചാൽ വെടിവെച്ച് കൊല്ലും ഞാൻ. ഓടരുത്. ഇയാളെന്താ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണോ? വേണ്ട, ഹെൽപ്പ് ഹെൽപ്പ്, ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേ. അവരെ രണ്ടുപേരെയും വിടരുത്. രണ്ടുപേരെയും കിണറ്റിലിടൂ. ഗൊറില്ല ബാബ, അവരെ രണ്ടുപേരെയും ഞാൻ ആ കിണറ്റിലിടാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പിന്നെ എന്റെ പൈസയുടെ 4 മടങ്ങ് കിട്ടണം കേട്ടോ. വേണ്ട വേണ്ട, ഞങ്ങള് ഒന്നും പറയില്ല. ഞങ്ങളെ താഴെ കിടല്ലേ. വേണ്ട, ഞാനല്ലേ പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ പുറകെ ഓടിയിട്ട് കാര്യമില്ല. അവരെ ഞാൻ രക്ഷിച്ചു കഴിഞ്ഞു. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, എങ്ങനെയുണ്ട് എന്റെ ക്രിയേഷൻ? ഞാൻ കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. താങ്ക് യു ഡോക്ടർ പ്രൊഫസർ. പക്ഷേ ഇത് എന്ത് ടൈപ്പ് ഓഫ് മേഘമാണ്? ഇതെന്റെ ക്ലൗഡ് കാറാണ്. ഇതിൽ പോവാൻ നല്ല സുഖമാണ്. ഇത് വെറും ഒരു ട്രയൽ ഡ്രൈവ് ആണ്. പിന്നെ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ ഓടി വരുമല്ലോ. പേടിക്കണ്ട. പ്രൊഫസർ സാറേ, കുറച്ചൊന്ന് മുകളിലേക്ക് എടുക്ക്, അല്ലെങ്കിൽ ഇവര് ജമ്പ് ചെയ്ത് നമ്മളെ പിടിക്കും. ഓക്കെ ഓക്കെ, ഞാൻ ശ്രമിച്ചു നോക്കാം. ഇന്നാണിത് ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നത്. ആ ഗട്ടു ബട്ടൂണ് നീ എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് എന്നാണെന്ന്. അപ്പൊ ആദ്യത്തെ പേര് എന്താണ് ബോസ്? സിംഹം സംസാരിക്കുമ്പോ എലികൾ മിണ്ടാൻ പാടില്ല. വായ അടച്ചിട്ടിരിക്കണം. ഷേർ സിംഗ്, ഒരു കർച്ചീഫ് കിട്ടോ? അതിനെന്താ, നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിൽ തരും. വേണ്ട വേണ്ട, തുമ്മല്ലേ തുമ്മല്ലേ, ഞാൻ അങ്ങോട്ടേക്ക് വരാം.
ആരാ നീ എവിടുന്ന പെട്ടെന്ന് വന്നത്? ഓഹോ, വില്ലത്തരത്തിന്റെ മറ്റൊരു പേരാണ് ഷേർ സിംഗ്. ഷേർ സിംഗ്, നിനക്കെന്താ ഇവിടെ പണി? എടാ, ഞാൻ പൈസ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണെടാ. എനിക്ക് തോന്നുന്നത് മെഷീൻ എന്തോ തകരാറ് പറ്റിയെന്നാണ്. എന്താ പ്രൊഫസർ ഇത്? നിങ്ങളുടെ വണ്ടിയിൽ ബാക്കപ്പ് പവർ ഇല്ലേ? മേക്കപ്പ് പവറൊക്കെ വിട്ട് കളയൂ. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലെഗ് പവറിനെ വിശ്വസിക്കൂ. ചാടി രക്ഷപ്പെട്ടോളൂ. ഇതുപോലെ എന്നെ രക്ഷിക്കൂ. എനിക്കൊന്ന് ലിഫ്റ്റ് തന്നെ എന്റെ ജീവൻ രക്ഷിക്കൂ. ക്ലൗഡിൽ ക്ലൗഡ് മാനോ? അല്ല സാറേ, മേഘങ്ങൾക്കും ജീവനുണ്ടാവോ? ഒന്നും മനസ്സിലാവുന്നില്ല. എത്ര സമ്പാദിക്കാൻ പറ്റുമോ അത്ര സമ്പാദിക്കണം. ഓരോ ദിവസവും നമ്മുടെ ഗൊറില്ല ഫേമസ് ആയോണ്ടിരിക്കാണ്. ബട്ടു സാബ്ജി, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ നിങ്ങളുടെ പ്ലാൻ വർക്കൗട്ട് ആകുമെന്ന്? തീർച്ചയായിട്ടും ആകും ടിങ് ടോങ്. ഷേർ സിംഗിനെ ആ ഗൊറിലയും പിടിക്കാൻ ഇതാണ് ബെസ്റ്റ് വഴി. മനസ്സിലായോ നിനക്ക്? ഗെറ്റ് റെഡി. നിൽക്കൂ. അല്ലല്ല, ഞാനല്ലേ പറയുന്നത് നിൽക്കാൻ. ഒന്ന് സമ്മതിക്കുന്നേ. ഞങ്ങള് 10% തരാൻ തയ്യാറാണ്. ഇത് കൊള്ളാലോ. ഞാൻ എന്തിനു സമ്മതിക്കണം? സമ്മതിക്കൂല. കടലില് എന്ത് തന്നെ പ്രശ്നം വന്നാലും ഞാൻ മോഷ്ടിക്കുന്നത് നിർത്തൂല. അവിടെയുള്ള വൈരം, സ്വർണം എല്ലാം ഞാൻ വാഴപ്പഴത്തിന്റെ ഷിപ്പിൽ മറച്ചുകൊണ്ട് വിശ്വരാംപൂരിൽ ഞാൻ കൊണ്ടുവരും. അവിടുന്ന് ഗവൺമെന്റ് ഗോഡൌണിൽ ഞാൻ മറച്ചു വെക്കും. അവിടുന്ന് എല്ലാ സ്ഥലത്തേക്കും ഞാൻ പിരിച്ചയക്കും. അങ്ങനെ എല്ലാ ജോലിയിലും എന്റെ ഒരു പങ്കുള്ളത് കൊണ്ട് പ്രോഫിറ്റ് ഒരു പങ്ക് തരാൻ നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്? മര്യാദയ്ക്ക് എനിക്ക് ചേരേണ്ട 50% തരൂ, അല്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. ശരി, എന്നാ 50-50. ഇപ്പോ സന്തോഷമായല്ലോ. സന്തോഷമായി. പറഞ്ഞ പോലെ എനിക്ക് 50% തരണേ. എന്നാ വരൂ. ഗവൺമെന്റിന്റെ ഗോഡൌണിൽ സ്വർണം, വൈരം, വെള്ളിന്ന് ഒരുപാട് സാധനങ്ങൾ ഇവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എടാ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. അവർ മോഷ്ടിച്ചത് നമ്മൾ എടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിക്കേ. നിങ്ങൾ എന്താ ചെയ്യുന്നത്? എന്താണാ ചെയ്യുന്നത്? എടാ, നിങ്ങളോട് സംസാരിച്ച് എന്റെ തല പൊട്ടിത്തെറിക്കാനായിടാ. നിങ്ങളോട് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ യൂസ്ലെസ് ഫെലോസ് ആണ്, യൂസ്ലെസ് ഫെലോസ്. എന്താ ബോസ് ഇത്? നിങ്ങളല്ലേ ഞങ്ങളോട് ആലോചിക്കാൻ പറഞ്ഞത്? എന്നിട്ടിപ്പോ ഞങ്ങളെ മേലെ ദേഷ്യപ്പെട്ടാലോ? ഇങ്ങനെ നീളത്തിൽ വളർന്ന ആളുകളൊക്കെ ഇങ്ങനെ തന്നെയാണ്. നിങ്ങളോട് മിണ്ടില്ല. എടാ, നമുക്ക് പിന്നെ പിണങ്ങാം. ഇപ്പൊ നമുക്ക് വേഗം ഗവൺമെന്റ് ഗോഡൌണിലേക്ക് പോവാം. എന്നിട്ട് എല്ലാം മോഷ്ടിക്കാം. വരൂ. ഞാനാണ് ഇൻസ്പെക്ടർ മൻമാണി. എന്റെ അടുത്തു നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. കെട്ടുപെട്ടു, നിങ്ങൾ എന്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. സാബ്ജി, വേഗം പോകൂ. ആ വാഴപ്പഴത്തിന്റെ അടിയിൽ അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്വർണ്ണ ആഭരണങ്ങളൊക്കെ മോഷ്ടിക്കൂ. ഇത്രയധികം പഴങ്ങളോ?
എന്താ ഇത്? എന്താ ചെയ്യുന്ന ടിട്ടു? എന്താ ചെയ്യുന്ന? മോഷ്ടിക്കാൻ വന്ന സ്ഥലത്ത് ഇരുന്ന് കഴിക്കുകയാണോ? ജോലി ചെയ്യേ. ഏയ് ടിട്ടു, ഇതാ കട്ടുപട്ട് ഇവിടെ വന്നു. ഇവരമാരെ ഇടിച്ച് പഞ്ചറാക്ക്. ഓക്കെ ബോസേ. ഓടിക്കോ സബ്ജി. വേഗം ഓടിക്കോ. ഇന്നാ പിടിച്ചോ. എല്ലാം പോയി. ഇവന്റെ കാര്യം മറന്നല്ലോ. സബ്ജി. ടിങ് ടോങ്, നിനക്ക് മനസ്സിലാവുന്നില്ലേ? ആ ഗോറില്ല നിന്റെ പഴങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി വന്നതാ. നീ അയാളെ തല്ലി ഓടിക്ക്. ഓ, നീ എന്റെ വാഴപ്പഴം കഴിക്കാൻ വന്നതാണല്ലോ. അത്രയ്ക്ക് ധൈര്യമായി നിനക്ക്. ഇന്നാ പിടിച്ചോ. ടിങ് ടോങ്ങിന് എന്ത് പറ്റി? എന്ത് പറ്റി? ആ ടിങ് ടോങ് എന്തിനാ ഇങ്ങനെ അടിക്കുന്നത്? എടാ ടിങ് ടോങ്, ഗട്ടുപട്ടുവാണ് പഴം മോഷ്ടിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. പിന്നെ ആ ഗൊറില്ല എന്റെ ആളാണ്. ഇവന്മാരാണ് നിന്റെ പഴം മോഷ്ടിച്ച് മാർക്കറ്റിൽ വിൽക്കാൻ നോക്കുന്നത്. പോയി അവരെ പിടിക്കേ. വേണ്ട, വേണ്ട ടിങ് ടോങ്. ഞങ്ങള് പറയുന്നത് വേണ്ടെന്നല്ലേ പറയുന്നേ. ഹായ് ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹായ്, നമ്മൾ വീണ്ടും മീറ്റ് ചെയ്തു. അത് ശരിയാണല്ലോ, പക്ഷേ നിന്റെ മുഖത്തില് എന്തൊക്കെയോ പാടുകളുണ്ടല്ലോ. ഹായ്, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ആരിലാണോ ട്രാവൽ ചെയ്തോണ്ടിരിക്കാറ്? ആ, അത് പിന്നെ അല്ലാതെ. ഈ വാഴപ്പഴം എന്റേതാണ്. നിന്റെ വായിക്കനുസരിച്ച് നീ തക്കയാണ് കഴിക്കേണ്ടത്. സബ്ജി, ഗട്ടുപട്ടു സബ്ജി, ഈ ഗോറില്ലയുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കാം. ഞങ്ങൾ തല്ലാം, നീ ഒന്നും പേടിക്കണ്ട. പഴം എടുത്തെറിയോ. എറിഞ്ഞോ, നന്നായിട്ട് എറിഞ്ഞോ. എറിഞ്ഞോ, നിർത്തണ്ട. എടാ ടിട്ടു, പഴം കണ്ടപ്പോ നമ്മുടെ പനിയെ മറക്കരുത്. ആ ഗട്ടുപട്ടുന്റെ കഥ കഴിക്കേ. ആരും അനങ്ങിപ്പോകരുത്. നിങ്ങളെല്ലാം ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഞാൻ ഇൻസ്പെക്ടർ. ഇൻസ്പെക്ടർ, നിങ്ങൾ ഷുഗർ ഇല്ലാത്ത ചായ കുടിക്കും, പിന്നെ ഇല എടുക്കും. അവൻ തോലില്ലാത്ത പഴം കഴിക്കും. മാത്രമല്ല തോല് ഉരിക്കാനും അറിയാം. ആഹാ, എന്തൊരു കോമ്പിനേഷൻ. നന്നായിട്ടുണ്ട്. എന്റെ ഫ്രണ്ടിനെ ഇടിക്കുകയാണല്ലേ. ശരി, മതിയാക്ക്. ഞാൻ പറയുന്നത് കേക്ക്. ഇത് ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും നമുക്ക് നല്ലത്.
ഞാൻ എത്ര മര്യാദയോടാണ് നിങ്ങളോട് സംസാരിച്ചത്, എന്നിട്ടും നിങ്ങള് എന്റെ ഫ്രണ്ടിനെ എടുത്ത് എറിയായിരുന്നു അല്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ചേട്ടാ, എന്റെ ക്യാരറ്റ് ഒന്ന് സൂക്ഷിച്ചു പിടിക്കാവോ? ഞാൻ ഇപ്പൊ പോയിട്ട് വരാമെന്നേ. നിങ്ങൾ പോയിക്കോളൂ, അതുവരെ ഞാൻ പിടിച്ചോളാം. എന്റെ ഗൊറില്ല ചേട്ടാ, ഞങ്ങള് മൃഗങ്ങൾക്കെതിരെ കൈ ഉയർത്താറില്ല. അതുകൊണ്ട് ഈ വഴക്കൊക്കെ നമുക്കങ്ങ് നിർത്താവുന്നേ. ഷേർ സിംഗ് നിങ്ങളെ കൊണ്ട് ചീത്തയായ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുകയാണ്. ഞങ്ങൾ അത്തരം ആൾക്കാരുമായിട്ട് ഒരിക്കലും കൂടാറില്ലെന്ന് നിങ്ങൾക്ക് അറിയാവല്ലോ. അതുകൊണ്ട് നിങ്ങൾ അങ്ങ് സറണ്ടർ ആയിക്കോളൂ. അവരുടെ കഥ കഴിക്ക്. നിനക്ക് പഴം മാത്രല്ല, വാഴമരം തന്നെ തരാം. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഷേർ സിംഗ്? എന്ത് പറ്റി ടിറ്റു? എനിക്ക് ടിറ്റു, എനിക്ക് എഴുന്നിട്ട് അവന്മാരെ ഇടിക്ക്. സോറി ബോസേ. ഷേർ സിംഗ്, നിനക്കൊരു കാര്യം അറിയോ? ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചേ മതിയാവൂ.